Fractional on. Fractional on. Okay. And just the voice from Kate Long, I'm a person, Kirana Kalita. Okay. Okay. So, when you said the white smoky, like, pressure, active pressure matra, discuss it. Career factories active the better correct sections are either like or may end so again the medal of 28 and 29 section in the 28 and 29 section. Yes, under the mark over the other which long than they began at the cemetery. Then Longaria or 10th section 10th or any look at pressure plant. Study along pressure plant. Nana pressure plant. Section 31. In plants where there is a higher pressure than atmospheric pressure, it is required to make appropriate arrangements to make sure that suitable working pressure is maintained. Okay, നമുക്കറിയാം അന്തരീക്ഷമർദ്ദം അല്ലെ ഇതൊരു എംപ്ലോയീസിനൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും പരമാവധി ആ ഒരു മർദ്ദത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്താൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് മർദ്ദം അത് സഹിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കറിയാം എംപ്ലോയീസിനെ സംബന്ധിച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ആക്ച്വലി ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം in plant where there is a higher pressure than atmospheric pressure, right? It is required to make appropriate arrangements. അങ്ങനെ എന്തെങ്കിലും ഹൈ ആയിട്ടുള്ള പ്രഷർ അവിടെ ആവശ്യമാണ്, ആ യന്ത്ര സാമഗ്രി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം സ്ഥായിയായ രീതിയിൽ എംപ്ലോയിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പ്രഷറിനെ കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്തു പോകാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ഏത് സെക്ഷനാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രഷർ പ്ലാന്റ് സെക്ഷൻ 31. സെക്ഷൻ 31 പറയുന്നത് പ്ലാന്റ് there is a higher pressure than atmospheric pressure, it is required to make appropriate arrangements to make sure that a suitable working pressure is maintained. Okay, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം.
The state government can make rules and test any plant machinery for pressure. It can also exempt any plant or machinery from this rules. Okay, നമുക്കറിയാം ഗവൺമെന്റിന്റെ റൂൾസിൽ വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും എക്സെപ്ഷൻ ചെയ്തു അല്ലെ ഒഴിവാക്കിപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാത്ത തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിയമാനുസൃതമായിട്ട് നടപ്പാക്കി പോകേണ്ടതാണ് അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ് അല്ലെ അവര് ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ടെസ്റ്റ് ഇനി പ്ലാന്റ് മിഷനറി ഫോർ പ്രഷർ. സോ അതനുസരിച്ചിട്ട് എംപ്ലോയീസിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണം. എക്സംഷൻ കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റൂൾസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെക്ഷൻസ് മാറിപ്പോവാതിരിക്കാനാണ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ 31 പറയുന്നത് പ്രഷർ അല്ലെ, പ്രഷർ പ്ലാന്റ്. അടുത്ത സെക്ഷനിലേക്ക് പോകാലോ. നമുക്ക് നോക്കാം. സെക്ഷൻ 11 അല്ലെ, സെക്ഷൻ 32 11th പോയിന്റ് ആയിട്ട് പറയുന്നത് ഫ്ലോർസ്, സ്റ്റെയർസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ്. ഫ്ലോറുകള്, സ്റ്റെയറുകള് അത്തരത്തിലുള്ള അല്ലെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരു ഫാക്ടറിക്ക് ആകുമ്പോൾ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ സ്റ്റോറും കാര്യങ്ങള് അല്ലെങ്കിൽ സ്റ്റെയർ കേസുകള് അങ്ങനെയൊക്കെയുള്ള കുറെ അല്ലെ മൾട്ടി സ്റ്റോർഡ് ഹൗസ് ബിൽഡിങ്സ് ആയിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ കീപ്പ് ചെയ്യേണ്ട കുറെ നിർദ്ദേശങ്ങളാണ് ഏത് സെക്ഷനിൽ പറയുന്നത്? സെക്ഷൻ 32 പറയുന്നത്. The maintenance of stairs, floors, steps, passages and gateways would be perfect. എല്ലായിടത്തും അല്ലെ നമുക്കറിയാം അവിടെ ഇടനാഴികൾ ഉണ്ടെങ്കിൽ ഇടനാഴികൾ എല്ലായിടത്തും നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. സ്റ്റെയർസ് ആണെങ്കിലും ഫ്ലോറുകളൊക്കെ ആണെങ്കിലും അല്ലെ നമുക്കറിയാം സ്ലിപ്പ് ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങളൊന്നും അവിടെ അവൈലബിൾ ആകാൻ പാടില്ല. കറക്റ്റായിട്ട് എംപ്ലോയീസിന് സ്പീഡിൽ ഹാൻഡിൽ ചെയ്ത് പോകേണ്ട പൈസകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ യൂസ് ചെയ്തിരിക്കുക. സോ ഈ സെക്ഷൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നത്. Then handrail can also be made available for more security. തീർച്ചയായിട്ടും നമുക്ക് എവിടേക്കെങ്കിലും കടന്നു പോകണമെങ്കിൽ കൈപിടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെയിൽ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതാണ്. Every factory should provide its employees with a safe access to workplace. അതായത് വർക്ക് പ്ലേസിൽ നല്ല രീതിയിൽ നമുക്കറിയാം അവിടെ അവർക്ക് അവരുടെ യാത്ര അല്ലെ പോകേണ്ടതുണ്ടാവും. എന്ത് കാര്യത്തിലാണെങ്കിലും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് പാസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. സോ അവിടെയെല്ലാം സുരക്ഷിതമായിട്ട് പാസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. If a person is working at a place where he has a risk to fall down from a height more than 2 meters. വീണ്ടും എടുത്ത് പറയാണ് റിസ്ക് ഉള്ള പ്ലേസുകൾ അല്ലെ, ഹൈറ്റ് മോർ ദാൻ 2 meters, 2 metersനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉള്ള പ്ലേസുകളിലൊക്കെ ആണെങ്കിലും അവിടെ വീണ് നമുക്കറിയാം എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. റിസ്ക് ടു ഫോൾ ഡൗൺ, താഴേക്ക് വീണ് പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻസ് അല്ലെ സെക്യൂരിറ്റി ആയിട്ട് നമുക്കറിയാം ഫെൻസും കാര്യങ്ങളൊക്കെ മതിലുകളും കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ എടുത്ത് പറയുന്നു every factory should provide its employees with safe access to workplace. If a person is working at a place where he has a risk to fall down from a height more than 2 meters, കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് 2 മീറ്ററിനേക്കാൾ അല്ലെ കൂടുതലായിട്ട് ഹൈറ്റ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവിടെ ഉണ്ടാവണം. ഇറ്റ് റിക്വയർഡ് ടു ഡു ഫെൻസിങ് ഓർ ഫോളോ അതർ സേഫ്റ്റി ടെക്നിക്സ് ടു സേഫ് ഗാർഡ് ദ വർക്കർ. വർക്കറിന്റെ സേഫ് ഗാർഡുമായി മുൻനിർത്തി, അതായത് വർക്കറിന്റെ സുരക്ഷ മുൻനിർത്തിയിട്ട് അവിടെ അല്ലെങ്കിൽ വെയിൽ അല്ലെ നമുക്കറിയാം ഒരു അരഭിത്തിയെങ്കിലും കെട്ടി അല്ലെ അവര് വെയില് പോകാതിരിക്കാൻ വേണ്ടി സുരക്ഷ ഏർപ്പാടാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും എംപ്ലോയീസിന് ഇങ്ങനെയുള്ള പ്ലേസുകളിൽ മതിൽ കെട്ടുകളൊന്നും ഇല്ല, എന്തെങ്കിലും അബദ്ധത്തിന്റെ താഴെ വീണ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി നടപടികൾ അല്ലെ ആ ഒരു സ്ഥാപനം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അല്ലേ, വരില്ലേ? അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലെ. കാരണം എന്താണ് അവിടെ ഫെൻസിങ് മസ്റ്റ് ആയിട്ട് അവിടെ ഏത് സെക്ഷനിൽ എടുത്ത് പറയുന്നുണ്ട്? സെക്ഷൻ 32 എടുത്ത് പറയുന്നുണ്ട്.
സോ അവിടെ ആ സെക്ഷനനുസരിച്ചിട്ട് അവരുടെ ഫെൻസിങ് അല്ലെ മതിൽ കെട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു അരമതയെങ്കിലും അല്ലെ ഹാഫ് പോർഷൻ എങ്കിലും ഒരു പ്രിപ്പറേഷൻ ആയിട്ടുള്ള രീതിയിൽ മതിൽക്കെട്ട് സ്ഥാപിക്കാത്തത് കൊണ്ടാണ് വർക്കുകൾ അല്ലെ താഴേക്ക് വീഴാനായിട്ടുള്ള സാധ്യത വരുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലെ പെനാൽറ്റി ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബൾക്ക് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചികിത്സാ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ തീർച്ചയായിട്ടും അതിന് ബലം നൽകുന്നത് സെക്ഷൻ 32 ആണ്. എംപ്ലോയിക്ക് അതിന്റെ ആ ഒരു പരിഗണന കിട്ടുന്നത് ഏതിന്റെ ബലത്തിലാണ്? സെക്ഷൻ 32 പ്രകാരമാണ്. ഓക്കെ, സെക്ഷൻ 32 എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം. കോഴ്സ് സ്റ്റേജസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, സെക്ഷൻ 31 സെക്ഷൻ 32 ചേർത്ത് കേൾക്കാൻ പറ്റിയ സെക്ഷനുകളൊക്കെ തന്നെയാണ് അല്ലെ. പോരടിക്കുന്നുണ്ടോ? പക്ഷെ കുറേശ്ശെ എടുത്ത് പോകുന്നുണ്ട്. സെക്ഷൻ 33 എന്താ പറയുന്നത്? ഫിക്സ് സ്റ്റംസ് ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ്. അതിനെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. കുറെ ഫ്ലോറുകളൊക്കെ അല്ലെ, തുറന്നിട്ട സ്ഥലങ്ങള്, എന്തെങ്കിലും സ്റ്റമ്പുകൾ അല്ലെ, തൂണുകള് അല്ലെങ്കിൽ കുഴികള് ഒക്കെ വലിയ വലിയ ഫാക്ടറികളിലും കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ സംഭവിക്കാം. ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഓപ്പൺ പ്ലേസുകളും അല്ലെ, കുറെ കുറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെ എംപ്ലോയീസ് എപ്പോഴും പരസ്പരം ആ വഴിയിലൂടെ അല്ലെ ആ സ്ഥലത്തിലൂടെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസേജ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. Every factory needs to safety cover or fencing any opening in the floor, fixed vessels, tank, stump or a pitch that is a prospective point of danger. Okay, എന്തെങ്കിലും അപകടം സാധ്യമാക്കാവുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, കാണുന്നതിനെ സ്ഥാപിച്ചിരുമ്പോഴോ ഫിക്സഡ് വessels, സ്റ്റംപ്സ്, നമുക്കറിയാം തൂണുകളാണെങ്കിലും കുഴികളാണെങ്കിലും ഓപ്പണിംഗ് ആയിട്ടുള്ള കുറെ ഫ്ലോറുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ സുരക്ഷ എന്തായാലും പാലിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. ആവശ്യമായിട്ടുള്ള കവറിങ് അല്ലെങ്കിൽ മതിൽക്കെട്ടുകൾ തീർച്ചയായിട്ടും അല്ലെ അവിടെ സ്ഥാപിച്ചു പോകേണ്ടതാണ്. The state government can exempt any factory at its discretion. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എക്സംഷൻ കേസുകൾ ഉണ്ടാവാം ചില കാര്യങ്ങളിലൊക്കെ. അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ എടുത്തു പറഞ്ഞു. അല്ലാതെ ഇത്തരത്തില് എംപ്ലോയീസിന് എന്തെങ്കിലും അവരുടെ കാര്യങ്ങള് നിർവഹണത്തിന് എന്തെങ്കിലും തടസ്സമായിട്ട് അപകടം സംഭവിക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കീപ്പ് ചെയ്യണം. സെക്ഷൻ 33 മറക്കാതിരിക്കുക. ഫിക്സ് സ്റ്റംസ് ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, സെക്ഷൻ എത്ര തുടങ്ങിയാ നമ്മൾ ഇന്ന് പഠിച്ചത്? സെക്ഷൻ 30, then section 31. Okay, section 31 തുടങ്ങി അല്ലെ. section 31, 32, then 33. മാറിപ്പോവരുത്. pressure plant, then the 4 stairs and the means of access. Then last one ആണ് നമ്മൾ പറഞ്ഞത് in the fixed stumps opening in the floor and others. പക്ഷെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. ആ ഹെഡിങ്ങും ആ സെക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഒരു ഓർഡർ ആയിട്ട് എങ്ങനെയെങ്കിലും രീതിയിൽ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സസീവ് വെയിറ്റ്സ്. വെയിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. 34 അടുപ്പിച്ച നമ്പറാണ്. 34 വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. Okay, any person working in a factory is not allowed to pick up a shift or bear a load of beyond his means, and that can be cause of injury or harm to it. Okay, factory-യിലും എവിടെയാണെങ്കിലും എംപ്ലോയീസ് വർക്ക് ചെയ്യും അല്ലെ, ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ അവർക്ക് എടുത്ത് വഹിക്കാൻ പറ്റുന്ന ഒരു ഭാരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും റൂൾസിൽ കൃത്യമായിട്ട് ഓരോരുത്തരും വഹിക്കേണ്ടതായിട്ട് ഉള്ള റൂൾസ് നിയമങ്ങളുണ്ട്. താഴേക്ക് പറയുന്നുണ്ട്. The state government can recommend a maximum bearable load to be picked up, shifted or borne by an adult man, adult woman, young man and child of worker. Okay, ഓരോ തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവരും എത്രത്തോളം ഭാരമുള്ള വസ്തുക്കളാണ് വഹിക്കാനായിട്ട് സാധിക്കുക.
ഒരുപാട് ലോഡ് അവരുടെ ചുമലിൽ വെച്ചു കൊടുക്കാൻ പാടില്ല. ഇത്രയും ഭാരമുള്ള സാധനങ്ങൾ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. സോ അത്തരത്തില് അവരെ അല്ലെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ് സെക്ഷൻ 34. ഓക്കെ, വെയിറ്റുകളെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കണം. അല്ലെ അവിടെ അഡൽറ്റ് മാനും അഡൽറ്റ് വുമണും യങ് മാനും ചിൽഡ്രനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എത്രത്തോളം മാക്സിമം വഹിക്കാവുന്ന വെയിറ്റിനെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ഏത് സെക്ഷൻ വഴിയാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്? സെക്ഷൻ 34. ഏതിന്റെ അണ്ടറിലാണ് സെക്ഷൻ 34 വരുന്നത്? അതായത് ഫാക്ടറീസ് ആക്ടിന്റെ അണ്ടറിലെ എക്സസീവ് വെയിറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റേതൊക്കെ കുറച്ച് ചുറ്റുമതിലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ട് സെക്ഷൻ അതുമായി റിലേറ്റ് ചെയ്ത് വരും. ഒന്ന് സ്റ്റേയേഴ്സും കാര്യങ്ങളാണെങ്കിൽ മറ്റൊന്ന് ഫ്ലോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. രണ്ടിനും ഒരു കവറേജും ഒരു മതിലിന്റെ ഫെൻസിങ് ഒക്കെ വേണമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതായത് 32 33. 34 പറയുന്നത് വെയിറ്റുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? 31 അല്ലെ. 31 എന്ന് പറയുന്നത് പ്രഷർ അർത്ഥവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, നമുക്ക് കുറച്ച് എടുക്കാനുള്ളൂ. അതായത് ബാക്കി അല്ലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പൊ ഇനി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റിക്കരുത്. വീട്ടിൽ പോയി വീണ്ടും പഠിക്കാൻ ഇത് തന്നെയാണ്. എങ്കിലും വീണ്ടും ഇത് എടുത്ത് നോക്കാതിരിക്കാൻ തന്നെ പഠിച്ചു വരാൻ ശ്രമിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാറുള്ളത് ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഐ. ഓക്കെ, ഒരു എംപ്ലോയറെ സംബന്ധിച്ച് അവരുടെ എല്ലാ നിയമങ്ങളും അല്ലെ എല്ലാം തന്നെ വളരെ നമുക്കറിയാം സുരക്ഷിതം കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഐ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അംഗങ്ങൾ തന്നെയാണ്. സോ നോക്കാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് needs to make a provision for screens and goggles to protect the eyes of workers working in factories that have harmful particles flying in the atmosphere due to production process or due to contact with the extreme light. ഐക്ക് പ്രൊട്ടക്ട് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ നമ്മളുടെ കുട്ടികളൊക്കെ ചെയ്യുമ്പോഴൊന്നും ഈ പറഞ്ഞ അത്രയും കെയർഫുൾ കാര്യം ചെയ്യേണ്ടതില്ല. അതേസമയം വലിയ ഫാക്ടറികളിലൊക്കെ അല്ലെ ഈ പറഞ്ഞ മാത്രം ഇരുമ്പും സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നു അല്ലെ, വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? അവരെന്തെങ്കിലും ചെയ്യാറുണ്ടോ? വെൽഡിങ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? വെൽഡിങ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലെ. ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എന്താണ്? ചെറിയ ചെറിയ ഇരുമ്പിന്റെ പദാർത്ഥങ്ങളൊക്കെ കണ്ണിലേക്ക് വരാനായിട്ട് ആ പ്രകാശം അല്ലെ ഭയങ്കര പ്രകാശമാണ്. അത് മുഖാന്തരം നമ്മുടെ കണ്ണിന് ഷോർട്ടേജ് അല്ലെ പലതരത്തിലും കാഴ്ചക്കുറവുകളൊന്നും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അത്തരത്തിലുള്ള വർക്കേഴ്സ് വർക്കിന് മുമ്പ് ഈ പറഞ്ഞ സ്പെക്സ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അപ്പൊ നമുക്കറിയാം തൊഴിലിടത്തില് തീർച്ചയായിട്ടും ഇത്തരത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ രണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഫാക്ടറികളിലും അല്ലെ ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ഡ്യൂട്ടിയിലൊക്കെ ഏർപ്പെടുമ്പോൾ അവരെ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾസ് അല്ലെ പ്രത്യേക തരം ഗൂഗിൾസ് കണ്ണടകളൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹെൽമെറ്റോട് കൂടിയിട്ടുള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ടായിരിക്കും ചില വർക്കുകളൊക്കെ ചെയ്യുന്നത് അല്ലെ. യാതൊരു തരത്തിലും കണ്ണിലേക്ക് യാതൊന്നും സ്ഥാപിക്കരുത് അല്ലെ. ആ ഒരു അത് ഡസ്റ്റ് അല്ലെ ചെറിയ ചെറിയ കണങ്ങളാണ് എങ്കിൽ കൂടി അത് നമ്മുടെ കണ്ണില് പ്രവേശിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി ലഭ്യമാകുന്നത്. സോ അതിന്റെ സെക്ഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. സെക്ഷൻ 35 ഇതാണ് സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐ. ക്ലിയർ അല്ലേ? മറക്കരുത്. സെക്ഷൻ 34 വെയിറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെക്ഷൻ 35 ഐയുമായിട്ട് അല്ലെ. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. Precautions against dangerous gases, pumps and others. അവിടെ നമുക്കറിയാം വാതകങ്ങളുടെ ചോർച്ചകളൊക്കെ സംഭവിക്കാൻ സാധ്യത അല്ലെങ്കിൽ വാതകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഡ്യൂട്ടികളൊക്കെ ഏർപ്പെടുന്നവരുണ്ടാവും. പുകകളെല്ലാം അല്ലെ നമുക്കറിയാം. അത് ശ്വസിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ശരീരത്തിന് ഹാനികരമാണ് അല്ലെ.
മറ്റേ തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള കെമിക്കൽസുകളോ അല്ലെങ്കിൽ അതായത് നമുക്കറിയാം കുറച്ച് ആണെങ്കിൽ അന്തരീക്ഷത്തിലെ സാധാരണ രീതിയിൽ നമുക്കറിയാം ശുദ്ധമായ വായു എല്ലാം തന്നെയാണ് അനുഭവിച്ച് കുറയേണ്ടത്. പക്ഷെ നമ്മളുടെ യൂസേജ് അല്ലെ ഫാക്ടറികളും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ കെമിക്കൽ കണ്ടന്റോ വാതകങ്ങളുടെ ചെറിയ ചെറിയ ചോർച്ചകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ പടർന്നു പിടിക്കാനായിട്ടുള്ള കത്ത് പിടിക്കാൻ സാധ്യതയായിട്ടുള്ള കണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രൊട്ടക്ഷൻ ചെയ്ത് പോകേണ്ടത് ഏതൊരു ഫാക്ടറിയുടെ ഉടമസ്ഥയിലുള്ള കാര്യം തന്നെയാണ്. ദെൻ എംപ്ലോയർ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. Workers is not permitted to enter into any tank, chamber, then batch, pipe, flue, or any other restricted places that might contain poisonous fumes that are hazards for the worker. Okay. എന്താണ് എടുത്തു പറയുന്ന ഒരു കാര്യം, അതായത് എന്തെങ്കിലും തരത്തില് അല്ലെ ഇപ്പോ വലിയ വലിയ ടാങ്കുകള് ചേമ്പറുകള് അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ കുഴലുകൾ അല്ലെ നമുക്കറിയാം പ്രകൃതിവാതകമൊക്കെ വരുന്നതും ഒക്കെ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ഫാക്ടറികളൊക്കെ അവര് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും പരിപാടിയൊക്കെ ചെയ്യണം അല്ലെ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് that might be contain poisons fumes that are hazards for the worker. അല്ലെ അവിടെ നമുക്കറിയാം അവിടെ പോയിസൺ നിറഞ്ഞ ഫംസ് അല്ലെ എന്തെങ്കിലും കത്ത് പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. വാതകങ്ങളെല്ലാം ചോർച്ച സംഭവിക്കും, അത് ശ്വസിച്ചും അല്ലെ എന്തെങ്കിലും അപകടങ്ങൾ അപകടാവസ്ഥകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. We can go into such a place only if the manhole is of appropriate circumstances and there is a proper entry. അങ്ങനെയുള്ള പ്ലേസുകളിലേക്കൊക്കെ ഇവര് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ പ്രോപ്പറായിട്ട് അല്ലെ നല്ല രീതിയിൽ തന്നെ എൻ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. Then he can go into such a place only when all measures have been employed to remove any fumes present inside the place. യാതൊരു തരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തണം അല്ലെ. തീർച്ചയായിട്ടും അവിടെ നിരീക്ഷിക്കണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ വിടുന്നതിന് മുമ്പ് എന്തെങ്കിലും പൊട്ടിത്തെറികൾ വരാൻ ചാൻസ് ഉണ്ടോ അല്ലെ, അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഇടുങ്ങിയ മേഖലകളിലേക്കൊക്കെ വർക്കേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ അവിടെ യാതൊരു തരത്തിലും നമുക്കറിയാം എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി ഉണ്ടായിരിക്കണം. ദെൻ അത് മാത്രമല്ല തീർച്ചയായിട്ടും അവിടെയുള്ള എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ആദ്യം തന്നെ പരിഹാരം കണ്ടെത്തിയിരിക്കണം. Then he should also be equipped with the appropriate breathing equipment. Reviewing equipment and ropes and belts should be kept ready for any criticism. Okay, എന്തെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ശ്വാസതടസ്സം അനുഭവപ്പെടാൻ ഉള്ളിലേക്കാണ് അല്ലെ. നമുക്കറിയാം അവിടെ അന്തരീക്ഷവുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത കുഴലുകളുടെ ഒക്കെ ഉള്ളിലേക്ക് പോയിട്ടാണ് അവിടെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് അല്ലെ ശ്വസിക്കാനായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എക്യുപ്മെന്റ്സ് കരുതിയിരിക്കണം. അതേപോലെ തന്നെ അല്ലെ റോപ്സ് ആൻഡ് ബെൽറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് റെഡി ഫോർ എനി ക്രൈസിസ്. എന്തെങ്കിലും സംഭവിച്ചു പോയി ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്ലെ എന്തെങ്കിലും ബോധങ്ങളോ അല്ലെ എന്തെങ്കിലുമൊക്കെ ബോധശീലമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പെട്ടെന്ന് രക്ഷിക്കത്തക്ക വിധത്തിലുള്ള കരുതൽ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ബെൽറ്റോ റോപ്സോ ഒക്കെ കരുതലോട് കൂടിയിട്ടായിരിക്കണം ആ എംപ്ലോയീസ് അവരെയൊക്കെ പ്രവേശിക്കുന്നത്. Then the workers should be sincerely taught the use of these equipment and respiration painstaking techniques. തീർച്ചയായിട്ടും നമുക്കറിയാം എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള കരുതലോട് കൂടിയിട്ട് വേണം. ദെൻ അതുപോലെ തന്നെ റെസ്പിറേഷനില് പെയിൻസ്റ്റേക്കിംഗ് ടെക്നിക്സ് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് ശ്വാസം നേടിയെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ടെക്നിക്സുകൾ അവിടെ അവൈലബിൾ ആകണം. The state government can recommend the circumstances for manholes and can also provide any exception if desired.
ഓക്കെ, തീർച്ചയായിട്ടും പറയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും എക്സംഷൻ കേസ് ഉണ്ടെങ്കിൽ അത് ആരാണ് അതുമായി ബന്ധപ്പെട്ട റൂൾസ് അവൈലബിൾ ആക്കുന്നത്? നമ്മൾ എല്ലാത്തിലും കാണുന്നതാണ്. എന്തെങ്കിലും എക്സംഷൻ കേസുകൾ ഉണ്ടെങ്കിൽ അത് പ്രതിപാദിക്കുന്നത് ആരായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഈ പറഞ്ഞ തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെയാണ് എംപ്ലോയീസിനെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവർ പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി വേണം എന്ന് പറയുന്നു. എന്തെങ്കിലും പൊട്ടിത്തെറി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ബ്രീത്തിങ് ട്രബിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുൻകരുതലുകളൊക്കെ എടുക്കണമെന്നും റോപ്സും കാര്യങ്ങളൊക്കെ ബെൽറ്റൊക്കെ കീപ്പ് ചെയ്തിട്ട് ആയിരിക്കണം ഇതിൽ പ്രവേശിക്കണേന്നും പറയുന്നു. ദെൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ സഡൻ ആയിട്ട് അവർക്ക് റെസ്പിറേഷൻ അല്ലെ ഇവിടെ വീണ്ടും ശ്വാസം കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കും. ഓക്കെ, ദെൻ അതിന്റെയും നമുക്കറിയാം റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ റെക്കമെൻഡ് ദ circumstances of alcohol and can also provide any exemption if desired. ഓക്കെ, ഇത് സെക്ഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 36. ഓക്കെ, വെയിറ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ യെസ്. ദെൻ ഐയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 35. ഓർത്ത് വരിക. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യട്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധയോടുകൂടി പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത്. പ്രോപ്പർ എൻട്രി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നു, ചെറുതായിട്ട് മാർക്ക് ചെയ്ത് പോയാലും മതി. പ്രോപ്പർ എൻട്രി പറയുന്നത് തന്നെ പറയുന്നു. റിമൂവ് അല്ലെ, എന്താ കാര്യം റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി ഫണ്ട്സ് അല്ലെ അത് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നു. വീണ്ടും എന്താ പറയുന്നത്? ബ്രീത്തിങ് എക്യുപ്മെന്റ്സ് കരുതലായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ എന്താണ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അല്ലെ അവിടെ റോക്സും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, വീണ്ടും എന്തെങ്കിലും റെക്കമെൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ആ ഒരു എക്സെപ്ഷൻ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 16th പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രിക്വേഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് അതായത് നമുക്ക് വലിച്ചുകൊണ്ട് പോകാവുന്ന ഇലക്ട്രിക് ലൈറ്റ്. അതുമായി ബന്ധപ്പെട്ട അല്ലെ ചില നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഭയങ്കര തുരങ്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെളിച്ചൊന്നും കിട്ടില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ലൈറ്റും സംവിധാനങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ 36A ആണ്. ഓക്കെ, സെക്ഷൻ 36 നമ്മൾ ഇവിടെയുള്ള ഡേഞ്ചറസ് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ അതിന്റെ വെളിച്ചത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിനൊരു സബ്സെക്ഷൻ വരെയാണ് സെക്ഷൻ 36A ലൈറ്റ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിന്റ്സുകൾ അല്ലെ നമുക്ക് ഓപ്ഷൻസ് തരും. സെക്ഷൻ 36, സെക്ഷൻ 36A, സെക്ഷൻ 36B എന്നൊക്കെ പറഞ്ഞൊക്കെ തരും. അപ്പൊ മറക്കരുത് ഈ പറഞ്ഞ മാതിരി പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റുമായിട്ടുള്ള അപ്ലിക്കേഷൻസ് അത് സെക്ഷൻ 36A ആണ്. Okay, portable electric lights or any other such electric appliance using voltage more than 24 volts must not be allowed inside any confined space. Tank, pipe, chamber, batch or fluid. Okay, but section 36 ഇതിൽ പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള പറഞ്ഞ മാതിരി തന്നെ ടാങ്കിലോ അല്ലെ അവിടെ വളരെ അടഞ്ഞുകൂടിയിരിക്കുന്ന പ്ലേസുകളിലോ ചേംബറുകളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പുകക്കുഴലൊക്കെ വൃത്തിയാക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പുകക്കുഴലൊക്കെ വൃത്തിയാക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മള്
വോൾട്ടേജിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരിക്കലും എന്താ പറയുന്നത് 24 വോൾട്ടിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള വോൾട്ടേജ് സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അതായത് നമുക്കറിയാം അത് അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ ആ മർദ്ദമൊക്കെ അല്ലെ, അന്തരീക്ഷ മർദ്ദമൊക്കെ ആയിട്ട് യാതൊരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലാത്തൊരു ഇതാണ് അല്ലെ. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള വോൾട്ടേജും ഇതിനേക്കാൾ കൂടുതൽ വോൾട്ടുള്ള സാധനങ്ങളുമായിട്ടൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എടുത്തു പറയാണ്, വോൾട്ടേജ് മോർ ദാൻ 24 വോൾട്ട്സ് മസ്റ്റ് നോട്ട് ബി അലൗഡ് ഇൻസൈഡ് എനി കൺഫൈൻഡ് സ്പേസ് അല്ലെ. മുറിയിലുള്ള സ്പേസുകളില്, ടാങ്കുകളില്, പൈപ്പുകളില്, ചെമ്പർ, വാച്ച്, കുഴൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെയും പ്രവേശിക്കുമ്പോൾ 24 വോൾട്ടിനേക്കാൾ കൂടുതലുള്ള വോൾട്ടേജ് ഉള്ള സംഭവങ്ങൾ അല്ലെ, ലൈറ്റുകളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഓക്കെ അല്ലേ? Next, if such a space contain any combustible dust, gas or fumes, only flame-proof lamps can be used inside them. അത് മാത്രമല്ല, ഈ സ്പേസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെ, പ്രകൃതിവാതകങ്ങൾ എന്തെങ്കിലും അല്ലെ, കെമിക്കലായിട്ടുള്ള കണ്ടക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പറയുന്ന ഓൺലി ഫ്ലെയിം പ്രൂഫ് ലാംപ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻസൈഡ് ദം. അതായത് അതിനോട് ചേർന്ന വെറുതെ ലാമ്പല്ല, ഫ്ലെയിമോട് കൂടിയിട്ടുള്ള പ്രൂഫ്, ഇൻ കേസ് പൊട്ടിത്തെറികളൊക്കെ വന്നാലും നഷ്ടപ്പെടാത്ത തരത്തിലുള്ള പ്രൂഫോട് കൂടിയ ഒരു ലാംപ്സ് ആണ് അവിടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. 24 വോൾട്ടിനേക്കാളും അധികമായിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഇത്തരത്തിലുള്ള അടഞ്ഞുകൂടിയിരിക്കുന്ന പ്ലേസിൽ കൊണ്ടുപോകാൻ പാടില്ല. മറ്റൊന്ന്, പൊട്ടിത്തെറികൾ എങ്ങാനും ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്ലേസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്ലേസ് ആണ് എങ്കിൽ ഫ്ലെയിം പ്രൂഫ് ലാംപ്സ് മാത്രമാണ് അവിടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലേ? അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 36A. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. നമ്മൾ ഇന്ന് എടുത്ത ഭാഗങ്ങള് 31, 32, 33, 34 അല്ലെ 35, 36A വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കേളേ, നമുക്ക് എന്താ പറയാ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർക്കാം. എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് ഈ ദിവസം തന്നെ തീർക്കുന്നില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഡേയോടുകൂടി നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. ഇപ്പോ ഇന്ന് എടുത്ത ഭാഗങ്ങൾ ഒന്നും കൂടി ഇന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് പോകാം. 10 മിനിറ്റ് കൊണ്ട് അഡ്മിഷൻ്റെയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. നെക്സ്റ്റ് ഡേ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ നമുക്കിപ്പോ റിവിഷൻ നടത്താനായിട്ടുള്ള ഒരു സൗകര്യം നോക്കാം. ക്ഷമയുടെ ആണോ റിവിഷൻ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നെക്സ്റ്റ് ഡേ കൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീരും. എന്നാ വിളിച്ചിട്ട് തീർക്കണ്ടല്ലോ, തീർക്കണ്ട. കാരണം കുറച്ച് അല്ലേ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി കൂടി സെക്ഷൻ ആയതുകൊണ്ട് പഠിച്ചു തന്നെ പോകാതായിരിക്കും നല്ലത് അല്ലെ. അതിനകത്ത് പിന്നീട് പഠിക്കാനിരുന്ന മതി വരും. സോ
നമുക്ക് സെക്ഷൻസ് പഠിച്ചതിനെ പോലെ പഠിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. മുതൽ നമ്മൾ പഠിച്ച സെക്ഷൻസുകളൊക്കെ റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ജസ്റ്റ് എന്താണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അതായത് ഇന്നത്തെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കുകയാണ് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. എന്താണ് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ് എന്നൊക്കെ പറയുന്നത്? കത്ത് പിടിക്കാൻ സാധ്യത അല്ലെ, ജ്വലിച്ച് എന്തെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ സംഭവിക്കാൻ സാധ്യമായിട്ടുള്ള ഇടങ്ങൾ. അത് എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 37 ആണ്. ഇൻ കേസ് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ് ദാറ്റ് ഇമിറ്റ് ഔട്ട് കമ്പസ്റ്റബിൾ ഡസ്റ്റ്, ഫംസ്, വേപ്പേഴ്സ് ഓർ ഗ്യാസ്, all preventive measures are needed to be avoid explosion. ഓക്കെ, എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറികൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനെയെങ്കിലും മെഷർ ചെയ്ത് അല്ലെ എത്രയും പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അന്തരീക്ഷത്തിനെയും ഈ പൊട്ടിത്തെറി ബാധിക്കും, എംപ്ലോയീസിന്റെ ജീവൻ നഷ്ടപ്പെടും അല്ലെ, എല്ലാം കൊണ്ട് നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. സോ മനസ്സിലാക്കുക, ഇൻ കേസ് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ് ദാറ്റ് എമിറ്റ് ഔട്ട് കമ്പോസ്റ്റബിൾ ഡസ്റ്റ്, എല്ലാം കൂടി കൂട്ടി അല്ലെ, നമുക്കറിയാം പൊടിമാലിന്യങ്ങളൊക്കെ ചിലപ്പോൾ കത്ത് പിടിക്കാൻ ചാൻസ് ഉള്ള മാലിന്യങ്ങളൊക്കെ തന്നെയായിരിക്കും കൂട്ടിയിട്ട് വരിക. പുകകള്, അതല്ലെങ്കിൽ എന്തെങ്കിലും വാഹന ചോർച്ചകൾ അല്ലെ, ഇതൊക്കെ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പൊട്ടിത്തെറികൾ വരാൻ ചാൻസ് ആയിട്ടുള്ള കാര്യം. സോ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് എഫക്റ്റീവ്ലി കവറിങ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ് ഇൻ ദ പ്രൊസീജിയർ. ഈ പറഞ്ഞ അല്ലെ ചില പ്രക്രിയകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറികളൊക്കെ വരുന്നത് പരമാവധി ഈ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ കവറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പൊ എഫക്റ്റീവ്ലി ഫലപ്രദമായിട്ട് തന്നെ കവർ ചെയ്യണമെന്നല്ല മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ അല്ലെ, എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം. സോ അവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സ് എന്താണ് കവർ ചെയ്യേണ്ടത് ഫലപ്രദമായിട്ട് തന്നെ കവർ ചെയ്തു. Then second one പറയുന്നത് disposing of or avoiding the collection of dust from vapor or gas and prohibiting the covering of any kind of explosive. Okay, നമുക്കറിയാം ഇതൊക്കെ കൃത്യമായിട്ട് അല്ലെ, ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിങ് ദ കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഇതെല്ലാം കുമ്പാരമായിട്ട് കുമ്പാരം പോലെ കൂട്ടുകിടാനായിട്ട് ശ്രമിക്കരുത്. തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഉള്ളെങ്കിൽ എങ്ങനെയെങ്കിലും അത് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കണം അല്ലെ. Disposing of or avoiding the collection of dust, fumes, vapor or gases. അത് മാത്രമല്ല ലാസ്റ്റ് വൺ പറയുന്നത് prohibiting the covering of any kind of explosive. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും നിരോധനാജ്ഞ അല്ലെ, നമുക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിച്ചു. പ്രൊഹിബിറ്റിംഗ് തടഞ്ഞു നിർത്തുക, the covering of any kind of explosive. എന്തെങ്കിലും പൊട്ടിത്തെറികൾ വരാൻ ചാൻസ് ഉള്ള ഭാഗത്തേക്ക് തടഞ്ഞു നിർത്തുക അല്ലെ. അപ്പൊ എംപ്ലോയീസിന്റെ ജീവൻ സുരക്ഷ ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, സമയത്ത് പോയത് എന്താ പറയുന്നത് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലാമബിൾ ഡസ്റ്റ്. കത്തിച്ചൊലിക്കുന്ന അല്ലെ, ജ്വലിക്കാൻ ചാൻസ് ഉള്ളത് അതായത് കത്ത് പിടിക്കാൻ സാധ്യതയുള്ള ഡസ്റ്റുകള്, പുകകള്, പിന്നെ വിസ്ഫോടനം ഉണ്ടാവാൻ സാധ്യമായിട്ടുള്ള ഈ പുകകളെ വാതകങ്ങളെ തീർച്ചയായിട്ടും അണ്ടർ സെക്ഷൻ 37 പ്രതിപാദിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. എല്ലാത്തിനും എഫക്റ്റീവ്ലി കവറിങ് ആവശ്യമാണ്. മറ്റൊന്ന് ഈ പറഞ്ഞ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുന്നുകൂമാരമായിട്ട് ഇടാതെ അതുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കവറിങ് ഡേഞ്ചറസ് ആണ് പറയുന്ന പാത്രങ്ങളിലേക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെയാ, ഒരു സെക്ഷൻ കൂടി പറയാനുള്ള സമയമുണ്ട് അല്ലെ, അതിനുശേഷം നമുക്ക് ഒന്നുകൂടി പഠിച്ചു പോവാം. ഓക്കെ, ഒരു 18th പോയിന്റ് കൂടി നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് ബാക്കി ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. നമുക്ക് 18th പോയിന്റിൽ എന്താ പറയുന്നത്, പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ബിൽഡിങ്ങിനും പെർമിഷൻ കിട്ടുകയും തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഫയർ അല്ലെ, ഫയർ ആൻഡ് എക്സിറ്റ് മേഖലയൊക്കെ കൃത്യമായിട്ട് തിരിച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം അല്ലെ. വലിയ വലിയ ഫാക്ടറികളൊക്കെ അത് ചെയ്യേണ്ടത് ആവശ്യമല്ലേ, എന്നാലല്ലേ പെർമിഷൻ കിട്ടുള്ളൂ. ബിൽഡിങ് പണിയുമ്പോൾ തന്നെ
അതിന് സാങ്ഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയയൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുക അല്ലേ? പ്രൊവിഷൻ വേണ്ടേ അങ്ങനെയൊക്കെ ഉള്ളത് വേണം അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ തീർച്ചയായിട്ടും ബോയ്സിന്റെ സുരക്ഷയും മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള റൂൾസുകൾ വരുന്നത്. നോക്കാം. Precautions in case of a fire. Every factory needs to be adequately equipped to save its employees in the situation of a fire. Okay, ഒരു തീപിടുത്തം ഉണ്ടായാല് എല്ലാ എവിടെയാണെങ്കിലും ഏത് ഫാക്ടറികളിലാണെങ്കിലും അഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്ഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ഇതിനെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു തീപിടുത്തത്തിനെ നേരിടാനായിട്ട് the fire exit should be locked or shut in such a manner that they can be opened with the slight effort from inside and open towards outside, except in case of sliding doors. Okay, നമുക്കറിയാം ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ അത്യാവശ്യം അടഞ്ഞു തന്നെ കിടക്കുകയും പക്ഷെ ഇങ്ങനത്തെ കേസുകളിലെല്ലാം ആ ഏരിയ നമുക്ക് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കത്തക്ക തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. Then the fire exit must be clearly indicated in a language that can be understood by all workers. എല്ലാ വർക്കേഴ്സിനും മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെയായിരിക്കണം അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ? അത് ഇന്നത് എക്സിറ്റ് പ്ലേസ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാം. അവരുടെ എല്ലാ എംപ്ലോയീസിനും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം എക്സിറ്റ് ഏരിയകളൊക്കെ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് അല്ലെ? There should be provision for a loud and clear ways of warning workers in case of fire. In case ഒരു തീപിടുത്തം ഉണ്ടായാലോ ആ ഫാക്ടറിയിലോ കമ്പനിയിലൊക്കെ തീപിടുത്തം ഉണ്ടായെന്ന് വെച്ചു. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ലൗഡ് വോയിസ് തന്നെ അല്ലെ മൈക്കിലൂടെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൗഡായിട്ട് അത് അറിയിക്കണം. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെ അറിയിക്കണം എന്നുള്ളത്. Then വീണ്ടും പറയുന്നു every room of the factory must contain a free passageway to the fire exit that is conveniently accessible to everyone. ഫ്രീ ആയിട്ട് നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ വിധത്തിലുള്ള അല്ലെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ റൂമുകളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ എക്സിറ്റ് വേയിലേക്ക് എത്തിപ്പെടാനായിട്ട് അല്ലെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് സജ്ജീകരണമാക്കേണ്ടത്. The state government should make clear out rules recommending the way of escaping fire. ഫയറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള നിയമങ്ങൾ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാകും. The chief inspector has the authority to recommend a detailed measure that can be taken in the relation with the action and the regulation set by the state government. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചീഫ് ഇൻസ്പെക്ടർ ആയിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിന്റെ സബ്ജക്റ്റിന്റെയൊക്കെ പ്രൊവിഷൻ അതൊക്കെ കൃത്യമായിട്ടൊക്കെ നിർദ്ദേശിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. Then the inspector also has the power to add new provisions of escape to the existing ones if it does not find the existing provisions adequate and to put the new ones in writing. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ അദ്ദേഹം അവിടെ ഇല്ലായെങ്കിൽ അല്ലെ ഒരു പുതിയ കാര്യം അല്ലെ ഒരു ഇൻസ്പെക്ടർ തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇന്ന രീതിയിൽ അവർക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് ഏരിയ അത് കൃത്യമായിട്ട് തന്നെ എഴുതി ഇൻസ്പെക്ടർക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഫയർ എക്സിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഏരിയന്റെ പ്ലേസിൽ അത് അവൈലബിൾ ആക്കേണ്ടതുണ്ട് അല്ലെ? ഇവിടെ ഇൻസ്പെക്ടർ ആയിരിക്കും ഓൾമോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇൻസ്പെക്ടറിന് നമ്മുടെ ഒരു പ്രാധാന്യമുണ്ട് അല്ലെ? ഒരു അദ്ദേഹമാണ് പുതിയ പ്രൊവിഷൻസ് ഒക്കെ ഈ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നത് എഴുതി തയ്യാറാക്കുന്നതൊക്കെ ചീഫ് ഇൻസ്പെക്ടറാണ്. ഓക്കെ, നമ്മള് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണ്ട, 18 പോയിന്റ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം. ചോദിക്കും. സെക്ഷൻ 38 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഇവിടെ സെക്ഷൻ എഴുതിയിട്ടില്ലല്ലോ. സെക്ഷൻ 38 ആണ് അവിടെ.
ഓക്കെ, വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയോ? നിങ്ങൾ നോട്ട് ചെയ്തോ സെക്ഷൻ 38 കാര്യം? Precautions in case of a fire. സെക്ഷൻ 38 ആണ്. അത് നോട്ട്സിൽ കാണിച്ചിട്ടില്ല, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തില്ലേ? നമ്മള് സെക്ഷൻ 21 തുടങ്ങിയാണ് 38 വരെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയേ, 21 തുടങ്ങിയ തന്നെയല്ലേ ഡിസ്കസ് ചെയ്ത് പോയി എന്നുള്ളത്. സെക്ഷൻ 21 തുടങ്ങിയാണ് അല്ലെ? ഫാക്ടറീസ് ആക്ടിന്റെ 1948 സെക്ഷൻ 21 തുടങ്ങിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 38 വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതില് നമ്മളൊരു 36 മാത്രം ഒരു സബ്സെക്ഷൻ കണ്ടായിരുന്നു, 36A ബന്ധപ്പെട്ട അല്ലെ? ശരിയല്ലേ? 28 ആൻഡ് 29 രണ്ടും കൂടി കൂടിയ ഒരു സെക്ഷനുമായിരുന്നു. ഓക്കെ, അത്രയും മാത്രമാണ് നമ്മൾക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാനുള്ളത്. ഞാൻ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ സെക്ഷനുകളും എന്തിനെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഫെൻസിങ് ഓഫ് മെഷീനറി. ഇപ്പൊ ഇവിടെ ഫെൻസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും പറയുന്നുണ്ട് അല്ലെ? നമുക്ക് പറഞ്ഞ മാതിരി സ്റ്റെയർ കേസുകളിലും ഫ്ലോറുകളിലൊക്കെ കൃത്യമായിട്ടുള്ള മതിൽക്കെട്ടൊക്കെ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ? അത് സെക്ഷൻ 32 ആണ്. ഫ്ലോർ, സ്റ്റെയർസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ്. ഓക്കെ, അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴും എന്താണ് ബിറ്റ്സ്, സ്റ്റംപ്സ്, ഓപ്പണിംഗ് ഫ്ലോർ ആൻഡ് അതേഴ്സ്, ഇവിടെ എല്ലാം ഫെൻസിങ് അല്ലെങ്കിൽ കവറിങ് വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം ഇവിടെ 21 പറയുന്ന കവറേജ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അവിടെ ഇങ്ങനെ ഓപ്പൺ പ്ലേസോ ബിറ്റോ അല്ലെ അങ്ങനെയുള്ള പ്ലേസുകളിലുള്ള കവറിംഗ് ഉള്ളതെന്നല്ല, മെഷീനറി അല്ലെ? മെഷീനുമായിട്ട് നല്ല വലിയ മൂർച്ചയുള്ള യന്ത്രങ്ങളിലൊക്കെ അത് പ്രവർത്തിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇഞ്ചുറീസും എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മെഷീൻസിന് എല്ലാത്തിനൊക്കെ കവർ വേണമെന്നാണ് അല്ലെ? കവർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചുറ്റുമതിൽ അല്ലെങ്കിൽ വേലിയൊക്കെ അല്ലെ പ്രത്യേകം തിരിച്ചിട്ടിട്ട് വേണം കവർ കൈകാര്യം ചെയ്യണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 21 അത് ഓർത്ത് വെക്കുക. ഫെൻസിങ് ഓഫ് മെഷീനറിയാണ്. അതേപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്ത് വെക്കുക സെക്ഷൻ 22. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഒക്കെ ധരിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
ചിൽഡ്രനും വുമണൊക്കെ അതിനെ പ്രൊഹിബിറ്റഡ് ആണ്. അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. യങ് പേഴ്സൺ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, കൃത്യമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ അവിടെ വരുന്നത്. ഇപ്പൊ ചോദ്യമൊക്കെ അങ്ങനെയായിരിക്കും. യങ് പേഴ്സൺസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സെക്ഷൻ 23 എടുത്ത് പറയുന്നത്. അപ്പൊ താഴേക്ക് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഗൈഡഡ് ആയിട്ട് വരികയാണല്ലേ, നമുക്കറിയാം അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ ചിലപ്പോൾ റോങ് ആയിരിക്കും. സോർത്ത് വെക്കുക അല്ലെ, ഗൈഡൻസ് അത് കൊടുക്കാനായിട്ട്. ഞാൻ മിക്കവാറും എടുത്ത് പോയപ്പോ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ, നിങ്ങളെല്ലാം നോട്ട് ചെയ്തില്ലേ, ചെയ്തില്ലേ? എല്ലാ പോയിന്റ്സും കുറേശ്ശെ നമ്മൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. സെക്ഷൻസ് ആണ് പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ റയർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വുമൻസ് അല്ലെങ്കിൽ വെയിറ്റുമായി ബന്ധപ്പെട്ട അവർക്ക് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടോ, അത് ആരാണ് എടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അല്ലെ. എക്സംഷൻ കേസുകൾ അത് ആരാണ് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് അവരുടെ റൂൾസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? നമുക്ക് നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കും അല്ലേ. നമുക്കറിയാം അവിടെ സെക്ഷൻ 31 സെക്ഷൻ 31 ഇന്നടുത്ത് നമുക്ക് ചോദിച്ചു പോവാം, പഠിച്ചു പോകേണ്ടതാണ് അല്ലെ. സെക്ഷൻ 31 എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട. സെക്ഷൻ 34 വെയിറ്റുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 38 ഫയറുമായി ബന്ധപ്പെട്ട. ഓക്കെ, ഫയറുമായി ബന്ധപ്പെട്ട എത്ര തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, അതിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുക? അതായത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഫയർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൗഡ് വോയിസിൽ തന്നെ മറ്റുള്ളവരെ അറിയിക്കണമെന്നും എല്ലാവർക്കും അറിയാവുന്ന ലാംഗ്വേജിൽ തന്നെ അറിയിക്കണമെന്ന് പറയും. അത് ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ വർക്കേഴ്സ്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, ഇൻസ്പെക്ടർ ഹാസ് ദ അതോറിറ്റി ടു റെക്കമെൻഡ് ഡീറ്റെയിൽസ് ആൻഡ് മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ദ റിലേഷൻ വിത്ത് ദ ആക്ട് അല്ലെ. ഇൻസ്പെക്ടർ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേരിയേഷൻസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയപ്പോൾ ഇൻസ്പെക്ടറിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു വരാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് നമ്മുടെ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.